ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഫ്രോങ്സിന്റെ ആൽഫ വേരിയന്റ് ആണ്. 14 ലക്ഷം രൂപയാണ് ഈ കാണുന്ന ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിന്റെ മാനുവൽ ആണെങ്കിൽ നിങ്ങൾക്കൊരു 12,70 ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ഒക്കെ നോക്കുന്നവർക്ക് ആ വാഹനത്തിന്റെ കുറച്ചധികം ബുക്കിംഗ് ഡിലേ ഉണ്ട്. ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല ബുക്കിംഗ് ഡിലേ ഉണ്ട്. എന്നാൽ അത്രയും ബുക്കിംഗ് ഡിലേ ഇല്ലാതെ നിങ്ങൾക്കൊരു ഫ്രോങ്സ് വേണം, അതൊരു ടർബോ പെട്രോൾ ആണ് നോക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സീറ്റ അല്ലെങ്കിൽ ആൽഫ വേരിയന്റ് നോക്കാം. ഡെൽറ്റ പ്ലസ് ഓൺവേർഡ്സ് നമുക്ക് ടർബോ പെട്രോൾ അവൈലബിൾ ആണ്. സീറ്റയിലും ആൽഫയിലും ആണ് അതിന്റെ ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ വാഹനങ്ങളിലും ടർബോ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നെക്സോണിലാണ് ടർബോ ആണ്, വെന്യൂലാണെങ്കിൽ ടർബോ പെട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ നമ്മളുടെ സോണറ്റിലും ടർബോ പെട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോണറ്റിന്റെ ഒരു മിഡ് വേരിയന്റ് ഒക്കെ നോക്കുന്ന ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഈ ഫ്രോങ്സിന്റെ ടോപ്പ് എൻഡ് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ പുതിയ ബ്രസയിലും ഈ സെയിം 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു റീടൂൺഡ് വേർഷൻ ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രസയിലും ആ 3 സിലിണ്ടർ ടർബോ ആയിരിക്കും വരുന്നത്. നമ്മളുടെ ഫ്രോങ്സിലും സെയിം എഞ്ചിൻ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ബ്രസയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി പവർ നമുക്ക് കൂടുതൽ ലഭിക്കും. കാര്യം കുറച്ചും വലിപ്പമുള്ള വലിയ വാഹനമാണ് നമ്മളുടെ ബ്രസ. അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുക്കുന്നത്, 14 ലക്ഷം രൂപയ്ക്ക് ടോപ്പ് എൻഡ് വേരിയന്റ് കൺസിഡർ ചെയ്യണോ, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രോങ്സ് ആൽഫ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡെൽറ്റ പ്ലസ് ഓൺവേർഡ്സ് സിമിലർ ലുക്കാണ് ലഭിക്കുന്നത്. ഡെൽറ്റ പ്ലസ് ആണ് ശരിക്കും നമ്മൾ ഫ്രോങ്സിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയുക. പക്ഷേ ഫ്രോങ്സിൽ നിങ്ങൾക്കൊരു 360 ക്യാമറ വേണം, ഒരു ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് വേണം, ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലെയുള്ള പ്രീമിയം ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇപ്പോൾ ഈ വേരിയന്റിന് അടുത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ചധികം മാറ്റങ്ങൾ ഫീൽ ചെയ്യുക. പ്രധാന മാറ്റം ഫ്രണ്ടിലെ ഗ്രില്ലാണ്. ഈ ഒരു വേരിയന്റിൽ നമുക്ക് ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഗ്രില്ല് വരുന്നത്. ഡെൽറ്റ പ്ലസിലൊക്കെ നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. അതിന് താഴെ നമുക്ക് 360 ക്യാമറ വരുന്നതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ കാണാം. ആ ക്രോം ബാർ കാര്യങ്ങൾ എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ സിൽവർ ഫിനിഷ് സ്കിഡ് പ്ലേറ്റ് കാണാം. 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ മാറ്റം 360 ക്യാമറ വന്നു, പിന്നെ ആ ഒരു ഗ്ലോസി ബ്ലാക്കിലെ ഗ്രില്ല് വന്നു എന്നുള്ളതാണ്. മറ്റെല്ലാം സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 3 ജുവൽ ടൈപ്പിലുള്ള DRL കാണാം. താഴെ നമുക്ക് 3 സ്ലോട്ടായിട്ട് വരുന്ന LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് ശരിക്കും ഫ്രോങ്സിൽ വരുന്നില്ല, പക്ഷെ പലരും ആക്സസറി ആയിട്ട് ചെയ്യുന്നത് കാണാം. ഈ ഒരു ഗ്രില്ലിന്റെ പോർഷനിൽ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഇൻസൈറ്റ് കാണാനായിട്ട് പറ്റും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരേ ഒരു വേരിയന്റിലാണ് ഈ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നത്. അത് എല്ലാ വേരിയന്റിലും ടയർ സൈസ് സിമിലർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേരിയന്റ് വാങ്ങിച്ചാലും ഈ അലോയ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് സുസുക്കിയുടെ ആ ഒരു ലോഗോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. ഈ വശങ്ങളിൽ കാണുന്ന സിൽവർ സ്കിഡ് പ്ലേറ്റും നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ് ലഭിക്കുന്നത്. മിറേഴ്സിൽ 360 ക്യാമറ വരുന്നുണ്ട്, ക്യാമറ കാണാം. LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. നമുക്കൊരു വിൻഡോ ക്രോം ഗാർണിഷ് ഈ വേരിയന്റിൽ കാണാം. നമ്മളുടെ B പില്ലറും C പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ടോപ്പിൽ റൂഫ് റെയിൽസ് സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വേരിയന്റിലും റൂഫ് റെയിൽസ് വരുന്നുണ്ട്, പക്ഷേ സീറ്റയിലും ആൽഫയിലും ആണെന്ന് തോന്നുന്നു സിൽവർ ഫിനിഷ് വരുന്നത്. സൺറൂഫ് ഒന്നും വരുന്നില്ല. ബാക്കിൽ ആ ബോഡി കളറിൽ തന്നെ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഡെൽറ്റ പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രോം ലൈൻ വന്നു, നമുക്ക് താഴെ ആ സിൽവർ ഫിനിഷ് വന്നു എന്നുള്ളതാണ് മാറ്റം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റം നമുക്ക് ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആണ്. അത് സീറ്റ ആൽഫ 2 വേരിയന്റുകളിലാണ് ഫ്രോങ്സിൽ വരുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. ഇപ്പോൾ ഡെൽറ്റ പ്ലസിൽ പ്രധാന മിസ്സിങ്ങും നമ്മളുടെ ബാക്കിലെ വൈപ്പർ തന്നെയാണ്. പിന്നെ ഫ്രോങ്സ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്, ഈ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാം. കാരണം നമ്മളുടെ ടർബോ പെട്രോൾ എഞ്ചിനിലാണ് സ്മാർട്ട് ഹൈബ്രിഡ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് കാണാം. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നു. ഇതാണ് സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാണാം. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ബാക്കിൽ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റ്, 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കാണാം. ബാക്കിലേക്ക് നമുക്ക് ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് ബോർഡ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സ്പെയർ വീല് നമുക്ക് സെയിം സൈസ് ആയിട്ടുള്ള 195 60R15 സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് നോക്കാം. ഇന്റീരിയറിലാണ് പ്രധാന മാറ്റങ്ങൾ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഗ്ലാസ്സുകൾ
ഒരു UV കട്ട് 30% UV കട്ട് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രീനിഷ് കളറിൽ ടിൽറ്റഡ് ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഈ ഒരു വേരിയൻ്റ് ആണ് എങ്കിൽ നമുക്ക് കൂളിംഗ് ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യം, കൂൾ ഫിലിം ഒട്ടിക്കേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റുകളിലും ഇപ്പോൾ ആ ഒരു ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് കോൺവേർട്സ് സിമിലർ കളർ ടോൺ തന്നെയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിലാണ് മാറ്റം. ഇവിടെ നമുക്ക് ലെതറിഡ് ഫിനിഷ് കാണാം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും ലെതറിഡ് ഫിനിഷാണ് വരുന്നത്. 4 പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ ലോ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഓട്ടോ ഫോൾഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു പാനലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ലെതറിഡ് സീറ്റ് ഒന്നുമല്ല, ഫാബ്രിക് സീറ്റുകൾ തന്നെയാണ് ടോപ്പ് എൻഡിലും വരുന്നത്. ഇവിടെ വശങ്ങളിലായിട്ട് കുറച്ചധികം ബട്ടണുകൾ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ കൺട്രോൾസ് കാണാം. നമുക്ക് ഇവിടെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ നമ്മളുടെ 360 ക്യാമറയുടെ വ്യൂ ബട്ടൺ, ട്രാക്ഷൻ കൺട്രോൾ, ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, പിന്നെ നമ്മളുടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. AC വെൻസിനകത്തെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും വന്നിട്ടുണ്ട്. ഇനി അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് നോക്കാം. ഫ്രോങ്സ് ആൽഫ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളിലും സിമിലറാണ്. കുറച്ചധികം ഫീച്ചേഴ്സാണ് ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ആയിട്ട് വരുന്നത്. അതിപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതർ റാബ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ താഴെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് ആണ്. ഫുള്ളി ഫങ്ഷണലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ്, താഴെ ഫോണിൻ്റെ കൺട്രോൾസ്, വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് വരുന്നുണ്ട്. ഫ്രോങ്സിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്ന രണ്ട് വേരിയൻറ്റുകളുള്ളൂ. ഒന്ന് സീറ്റയും മറ്റൊന്ന് ആൽഫ വേരിയൻറ്റുമാണ്. രണ്ടിൻ്റെ ഓട്ടോമാറ്റിക്കലി പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റിലും കാണുന്ന സിമിലർ ക്ലസ്റ്റർ യൂണിറ്റാണ്. നമുക്ക് സ്പീഡോമീറ്റർ, RPM അനലോഗായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എനർജി ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു. പിന്നെ ബേസിക് ആയിട്ടുള്ള ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty അങ്ങനത്തെ ബേസിക് ഇൻഫർമേഷൻസ് ആണ് കാണാനായിട്ട് പറ്റുക. എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. ഇതൊരു 3 സിലിണ്ടർ എഞ്ചിനാണ്. പ്രത്യേകിച്ച് നമുക്ക് നോയ്സ് കാര്യങ്ങളൊന്നും അകത്തേക്കില്ല. ഐഡിൽ പൊസിഷനിൽ മറ്റേ നോർമൽ 1.2 പോലെ തന്നെ അത്യാവശ്യം സൈലൻ്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ടർബോ പെട്രോൾ എഞ്ചിൻ. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റും. അത് നമുക്ക് ഇവിടെ കൺട്രോൾസ് ഉപയോഗിച്ച് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്തുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ടോഗിൾ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ വശത്തായിട്ടാണ് അതിൻ്റെ ബട്ടണുകൾ കൊടുത്തിരിക്കുന്നത്. അത് ആൽഫ വേരിയൻറ്റിൽ മാത്രമാണ് ലഭിക്കുന്നത്. പിന്നെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കാണാം. നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്ന സെയിം സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ആർക്കമിസ് ട്യൂൺ ചെയ്ത 4 സ്പീക്കറും 4 ടൂട്ടോടും കൂടിയ മ്യൂസിക് സിസ്റ്റമാണ്. നല്ല ക്ലാരിറ്റിയാണ് മ്യൂസിക് കാര്യങ്ങൾ കേൾക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ബാക്ക് മാത്രം കാണാനും നമുക്ക് അങ്ങനെ ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് കുറേ ഓപ്ഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. വെഹിക്കിൾ ഇൻഫർമേഷൻസിൽ നമുക്ക് വേറെ എടുത്തു പറയത്തക്ക ആവറേജ് ഫ്യൂവൽ, റേഞ്ച് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെൻട്രൽ കൺസോൾ ഒരു ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് വേരിയൻറ്റുകളിൽ ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ആണെങ്കിൽ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴാണ് ഈ ഗ്ലോസി ഫിനിഷ്. പക്ഷേ അത് കാണുമ്പോൾ നമുക്കൊരു പ്രീമിയം ലുക്കിംഗ് ആയിട്ട് തന്നെ തോന്നും. താഴേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷൻസ് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്കൊരു ബ്രഷ്ഡ് അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഗ്രേ ഫിനിഷാണ് വരുന്നത്. താഴേക്ക് വന്നാൽ ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. ഇതാണ് കീ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, സിമിലർ കീ ആണ്. നമ്മുടെ 6 സ്പീഡ് ഗിയർ ബോക്സ് കാണാം. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. സെൻറ്റർ ആംറെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ക്വാർട്ടർ റിവേഴ്സൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടി കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലുള്ള റീഡിംഗ് ലൈറ്റുകളെല്ലാം ഹാലജൻ ആണ്. നമുക്ക് ഇവിടെയും ഹാലജൻ ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ്ങുള്ള IR VMs വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ടിക്കറ്റ് ഹോൾഡർ കൂടി കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഫീച്ചറൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ 14 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്, അതും ടർബോ പെട്രോൾ എഞ്ചിൻ, 100 PS ആണ് പവർ. പക്ഷേ ഇത് വാഹനം വലിപ്പം കുറഞ്ഞ ചെറിയ വാഹനമായതുകൊണ്ട് നമുക്ക് നല്ല പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഈ പ്രൈസ് റേഞ്ചിലൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രോങ്സും കൺസിഡർ ചെയ്യാം.
ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഇവിടെ നമുക്ക് ലെതറിഡ് ഫിനിഷ് കാണാം. പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുക്കുന്നു. ഈ പോർഷൻ നമുക്ക് റോസി ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് ബാക്കിലേക്ക് AC വെൻസ് വന്നിട്ടുണ്ട്. താഴെ 2 ചാർജിങ് പോർട്ടുകൾ കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. സെന്റർ ആംറെസ്റ്റ് ഒന്നും ഈ ടോപ്പ് എൻഡിലും ഉൾപ്പെടുത്തിയിട്ടില്ല. വേറെ എടുത്ത് പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. പ്രധാന മാറ്റം നമുക്ക് ബാക്കിലേക്ക് AC വെൻസ് വന്നു എന്നുള്ളതാണ് ഡെൽറ്റ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. ഫ്രോങ്സിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് ആണെങ്കിലും അഡാസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ടോപ്പ് എൻഡ് ടർബോ പെട്രോളാണ് വരുന്നത്. 3 സിലിണ്ടർ ടർബോ ആണ്. 100 PS പവറാണ്. വിത്ത് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ 5 സ്പീഡ് മാനുവൽ. ഈ വാഹനത്തിന് നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20.1 സ്മാർട്ട് ഹൈബ്രിഡ് ഉള്ളത് കൊണ്ട് റിയൽ ലൈഫിൽ ഒരു 14-നും 16-നും ഇടയ്ക്കൊക്കെ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾക്ക് കിട്ടുന്ന സിമിലർ മൈലേജ് നമുക്ക് ഈ ടർബോ പെട്രോൾ എഞ്ചിനിൽ ലഭിക്കും. പിന്നെ നമ്മളുടെ 1.2 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അത് ടൈഡ് ആൻഡ് സ്റ്റാർട്ട് എഞ്ചിനാണ്. 88 HP ആണ് പവർ. നമ്മൾ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് വരെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് IMT ഗിയർ ബോക്സുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ ബേസ് വേരിയൻറ്റിൻ്റെയൊക്കെ പ്രൈസ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ റീസെൻ്റ്ലി ഒരു ഡെൽറ്റ പ്ലസിൻ്റെ ഓണം ഓഫർ വീഡിയോ ചെയ്തിരുന്നു, അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓണം ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,000 രൂപയാണ് നമ്മുടെ ഹൈബ്രിഡ് വേരിയൻറ്റിന് ഓഫർ കൊടുത്തിരിക്കുന്നത്. ഈ മീൻസ് നമ്മുടെ ടർബോ പെട്രോൾ വേരിയൻറ്റുകൾ. ടർബോ പെട്രോളിന് 10,000 രൂപയാണ് ഓഫർ വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഡെലിവറി കിട്ടാനായിട്ട് സഹായിക്കും. ഇപ്പോൾ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ പ്ലസിൻ്റെ പ്രൈസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡെൽറ്റ പ്ലസ് മാനുവൽ ആണെങ്കിൽ നമുക്ക് 9.5 ലക്ഷം രൂപയ്ക്കും അതിൻ്റെ AMT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10,05,000 രൂപയാണ് ഓഫറുകൾക്ക് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ്. എന്നാൽ നിങ്ങൾ ഡെൽറ്റ പ്ലസ് ടർബോ എടുക്കുകയാണെങ്കിൽ 10.30 അതിൻ്റെ മാനുവൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് സീറ്റയാണ്. സീറ്റ മാനുവൽ ആണെങ്കിൽ 11.20, സീറ്റ ഓട്ടോമാറ്റിക് 13 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. പിന്നെ വരുന്നത് നിങ്ങൾ കാണുന്ന ആൽഫയാണ്. ആൽഫ മാനുവൽ ആണെങ്കിൽ 12.5 ലക്ഷം രൂപയും ആൽഫ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 14 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോങ്സ് ടോപ്പ് എൻഡിൻ്റെ പ്രൈസ്. അപ്പോൾ ഫ്രോങ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടർബോ പെട്രോളൊക്കെ ആണ് എങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്താൽ ഓണത്തിലേക്ക് ലഭിക്കും. ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഡിലേ ഉള്ളത് ഡെൽറ്റ പ്ലസ് ബ്ലാക്ക് കളറിനാണ്. അത് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ഓൾമോസ്റ്റ് 3 months പ്ലസ് ബുക്കിംഗ് ഡിലേ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഫ്രോങ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഓണത്തിന് മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.